വലിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബലഹീനരും അഭക്തരുമായി നമ്മൾക്ക് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ വിശേഷാൽ 1 ദിവസം ആദിപിതാക്കന്മാർ കർത്താവിനെ ആരാധിച്ചതുപോലെ നമുക്കും ആരാധിപ്പാൻ വലിയ ദൈവം ഒരുക്കിയ മുഖാന്തരത്തോർത്ത് ദൈവത്തെ സ്തുതിക്കാം, ബോധ്യപ്പെടുത്താം. കഴിഞ്ഞ നാളുകളിൽ ശാരീരികമായ ബലഹീനത നിമിത്തം കുടുംബമായി ആരാധിപ്പാൻ സാധിച്ചില്ല. എന്നാൽ വലിയ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു, കരുതുന്നു. കത്തിമേശയോടുകൂടി കർത്താവിനെ ആരാധിപ്പാൻ ഈ ഭൂമിയിൽ ദൈവം ഒരാഴ്ച കൂടി ദീർഘമാക്കി തന്നതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനത്തിൽ ലേവ്യ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ആരാധനത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: മാംസത്തിൻ്റെ ജീവൻ രക്തത്തിൽ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആവുന്നത്. അവസാനത്തെ വാക്കാണ് എന്നെ ആരാധനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ കൊഴയാക്കിയത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആവുന്നത്. ഈ വാക്യം ഞാൻ മറ്റൊരു തർജ്ജമയിൽ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ സക്കടിയാക്കി: രക്തമല്ലോ ജീവൻ ഉള്ളതിനാൽ പ്രായശ്ചിത്തമായി. രക്തം, ജീവൻ, പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ചിന്തിച്ചപ്പോൾ പരിഹാരമായി, പകരമായി തീർന്നു എന്നുള്ളതാണ് പ്രായശ്ചിത്തമായി എന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജീവനുള്ളത് കൊണ്ട് രക്തമാണ് നമുക്ക് പാപപരിഹാരം ചെയ്യുവാൻ, പരിഹാരമായി തീരുവാൻ, പ്രായശ്ചിത്തമായി തീരുവാൻ തക്കടിയാക്കിയത്. നാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന്. നാം വായിക്കുന്നത് പോലെ രക്തം ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്ത ആ അരുമനാഥനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മാത്രമല്ല, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. രക്തമില്ലെങ്കിൽ നമ്മുടെ മാംസം അത് നിർജീവമാണ്. രക്തമില്ലെങ്കിൽ നമ്മുടെ മാംസം അത് നിർജീവമാണ്. ഒരു പടി ചേർന്ന് ഇങ്ങനെ പറയട്ടെ, അത് ചത്തതാണ്. അതുമാത്രമല്ല, അത് ശവമാണ്. നമ്മുടെ രക്തമില്ലെങ്കിൽ നമ്മുടെ മാംസം അത് ശവമാണ്, ചത്തതാണ്, നിർജീവമാണ്. ദൈവപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ. ജീവാധാരമായ രക്തമായിരിക്കുന്നത് നമ്മുടെ രക്തമാണ് എന്നുള്ളതാണ്. ജീവാധാരമായിരിക്കുന്നത് അത് രക്തമാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് രക്തത്തിൻ്റെ അളവിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. രക്തത്തിൽ പ്രാണൻ സ്ഥിതി ചെയ്യുന്നു, രക്തത്തിൽ ജീവൻ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, മനുഷ്യാത്മാവിൻ്റെ മോചനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലമാണ്. മനുഷ്യാത്മാവിൻ്റെ മോചനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലമാണ്. തിരുവചനത്തിൽ രാജാവായ ദാവീദ് 110 സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിന്റെ പക്കൽ വിമോചനമുണ്ട്. എന്നാൽ മറ്റൊരു തർജ്ജമയിൽ നോക്കുമ്പോൾ നിന്റെ പക്കൽ പാപമോചനമുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും ഭരിക്കേണ്ടതായ നമ്മെ വലിയ ദൈവം നമ്മുടെ അതിക്രമങ്ങളും നമ്മുടെ ലംഘനങ്ങളും നമ്മുടെ അഭക്തരായ നമ്മയും അവിടെ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കടയാക്കി യേശുവിൻ്റെ രക്തമൂലമാണെന്ന് തിരുവചനം നമ്മെ വളരെ വിശേഷിക്കുകയാണ്. ആലോഷ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. അത് ദൈവ നീതിയാണ്. സകല മനുഷ്യരും പാപപ്രകൃതിയോട് കൂടെ ആകിയാൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി വഴിപാടായിട്ട് ചെമ്പരിയാട്ടിൻ്റെയോ ആട്ടുകുട്ടന്മാരുടെയോ ചുരിയപ്പെട്ട രക്തം നമുക്ക് കാണുവാൻ തക്കവണ്ണം അതിൽ ആ ചെയ്ത വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ അത് പാപത്തിന് പരിഹാരമായി കാണുവാൻ സാധിക്കുന്നില്ല. ആട്ടുകൊട്ടന്മാരുടെയോ ആളുകളുടെയോ രക്തത്തിന് പാപങ്ങളെ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് യാഗമായി അത് തൻ്റെ രക്തം ചിന്തി യാഗമായി വീണ്ടും. എന്നാൽ നമ്മുടെ കർത്താവ് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി ചൊരിഞ്ഞ ആ പുണ്യരക്തമായി നമ്മെ വീണ്ടെടുത്തു. അവൻ്റെ കർത്താവായ യേശുവിൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന് നമ്മെ വീണ്ടെടുത്തു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അവനെ
അവനെ പരസ്യമായി നിർത്തി. ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം പ്രാപ്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചു. പ്രായശ്ചിത്തമാക്കുക എന്നുള്ളത് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, പരിഹാരമായി പകരമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പാപിയായ മനുഷ്യന് വേണ്ടി ആ പകരക്കാരനായി തീരുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് പ്രാർത്ഥിതമായി തീരുവാൻ തക്കവരെയാക്കി ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസം വഴി സത്യലബ്ധമാകുന്ന രക്തം കൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായി രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ കർത്താവ് പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ്. അനേക പരസ്യങ്ങൾ നാം കാണുന്നത് ഇതെല്ലാം വരുമാന മാർഗമാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ വെച്ച് ഏറ്റവും ആദ്യം പാപം പരസ്യമായി നിന്നത് എന്ന് പറഞ്ഞാൽ, അടയാളമായി നിന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ലോകത്തിൽ ആദ്യമായി അവൻ പരസ്യമായി നിന്നു, നമുക്ക് വേണ്ടി അടയാളമായി നിന്നു. എവിടെയാണ് നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നമ്മെ വീണ്ടെടുക്കുവാൻ കാൽവരി ക്രൂശിൽ സ്വന്തം പ്രാണനെ കൊടുത്ത് സ്വന്തം ജീവനെ കൊടുത്ത് നമുക്ക് വേണ്ടി നമ്മളെ വീണ്ടെടുത്തു. മാത്രമല്ല ബദിലും മുതൽ കാൽവരി ക്രൂശിലുള്ള യാത്രയിൽ അവൻ പരസ്യമായി നമ്മുടെ കർത്താവ് പരസ്യമായി നിൽപ്പാന്തപ്പുഴയാക്കി. ഗലാത്യർ 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: മരത്തുമേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടെന്നിരിക്കുന്ന പോലെ ശാപമായ മരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. ശാപമായ മരണം അതിന്റെ താഴെയുള്ള വാക്കാണ് എന്നെ വളരെ ചിന്തിക്കുക. ന്യായപ്രമാണത്തിന് അവിടെ വായിക്കുന്നത് ന്യായപ്രമാണത്തിൻ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി, വിലയില്ലാത്ത നമ്മെ, ഒരു വിലയുമില്ലാത്ത നമ്മെ, ഭാരതത്തിൽ കൊടുത്ത് കിടന്ന നമ്മെ, 10ാം തലമുറയ്ക്ക് വരെ യോഗ്യത കുഷ്ഠരോഗിയായ നമ്മെ, വിലയില്ലാത്ത നമ്മെ നമ്മുടെ കർത്താവ് നമ്മെ വില കൊടുത്തു വാങ്ങി. പരമസമ്പന്നനായ കർത്താവ്, സർവത്രിപാലുവായ ദൈവം, സർവജ്ഞാനിയായ ദൈവം നമ്മെ വില കൊടുത്തു വാങ്ങി. എങ്ങനെ വില കൊടുത്തു വാങ്ങി? സ്വന്തം രക്തം ചിന്തി. അപ്പോസ്തലൻ പത്രോസിന്റെ 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. ഭക്തവും പിതൃഭാഗ്യവുമായ നിങ്ങളുടെ നടത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് വലിയ കഴിഞ്ഞു പോകുന്ന വസ്തുക്കളൊന്നുമല്ല, പിന്നെയോ ക്രിസ്തു നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശനം തന്നു. 10ാം തലമുറയ്ക്ക് പോലും കടക്കുവാൻ യോഗ്യത നമ്മെ ആ പ്രവേശിപ്പാൻ തക്കോണയാക്കി. ഇങ്ങനെ വായിക്കുന്നു: നമ്മെ യേശുവിന്റെ രക്തം സകല പാപം പൂറ്റി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. ക്രൂശിന്മേൽ നമ്മളെ കാണുന്ന ശുദ്ധീകരിക്കുന്ന രക്തം, പരിശുദ്ധമായ രക്തം, നിർമ്മലമായ രക്തം. മാത്രമല്ല നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മളെ വീണ്ടെടുത്ത അവരെ അദ്ദേഹത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലം പ്രാർത്ഥിതമായ പാദത്തിന്റെ നിത്യമണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത വലിയ അദ്ദേഹത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അവന്റെ നാമം ഏറ്റവും മഹത്വപ്പെടുവാനാകട്ടെ. ആമേൻ.